ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മരുന്നിനും ഇഞ്ചക്ഷനുകൾക്കൊക്കെ തീ പിടിച്ച് വിലയായിരുന്നു ആ സമയത്ത്. അമ്മയുടെ കഴുത്തിലെ കെട്ടുതാലി പണയം വെച്ച അമ്മയും അച്ഛനും പ്രകാശേട്ടന്റെ ജീവൻ രക്ഷിച്ചത്. അന്നേ അവര് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും പിരിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഈ പ്രകാശേട്ടൻ ഉണ്ടാവുമായിരുന്നില്ല. അപ്പോ ഇതായിരുന്നു എന്റെ ഏട്ടനും എന്റെ അമ്മായിയപ്പനും കൂടിയുള്ള ധാരണ ഒപ്പിട്ടത് അല്ലേ? എന്ത്? അച്ഛനെയും അമ്മയും വേർപിരിക്കാൻ. പ്രകാശേട്ടൻ ആ പാവ അച്ഛനോടും അമ്മയോടും പറയുന്നത് ഞാൻ കേട്ടു. ഇനിയും ബാധ്യത ചുമക്കാൻ വയ്യാന്ന്. ചുമന്നതിന്റെ കഥ ആ അമ്മ പറയാൻ തുടങ്ങിയ ഈ ഭൂമി പിളർന്ന് അകത്ത് പോവും. നിങ്ങളൊരു മനുഷ്യനാണോ? എന്റെ വരവനുസരിച്ച് ബാധ്യതകൾ കുറച്ചുകൊണ്ടുവന്നേ പറ്റൂ. തൽക്കാലം കുറയ്ക്കാൻ പറ്റിയ ബാധ്യത അച്ഛന്റെ അമ്മയുടെ ചെലവാ. നിന്റെ അമ്മായച്ചൻ കുറിപ്പ് വന്നതേ മനോജിന് അവകാശപ്പെട്ട പണം അവന് കൊടുക്കണമെന്ന് പറയാനാ. ഇല്ലെങ്കിലേ മൂക്കിൽ പഞ്ഞി വെച്ച് എന്നെ ഇവിടെ പുതപ്പിച്ച് കിടത്തുന്ന് പറഞ്ഞിട്ടാ അയാൾ ഇവിടുന്ന് പോയത്. എന്താ നിനക്കാ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റുമോ? മനോജിന് കൊടുക്കാനുള്ള പണം നീ കൊടുക്കോ? പറ്റില്ല അല്ലടി. എനിക്ക് ഒരു കുഞ്ഞുണ്ട്, അവനെ എനിക്ക് പഠിപ്പിക്കണം. പഠിപ്പിച്ച് വലിയ ആളാക്കണം. അതിനെ പണം വേണം. പ്രകാശേട്ടന്റെ മോൻ ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്. അവൻ ഇതിലും വലിയൊരു പ്രകാശേട്ടനായിട്ട് തന്തയുടെയും തള്ളയുടെയും ഭാരത്തിന്റെ കണക്ക് പറയും. ഇപ്പൊ ആ പൂജാമുറിയിൽ പരസ്പരം തകർന്നിരിക്കുന്നില്ലേ? അവരുടെ കണ്ണിൽ നിന്ന് ഉതിരുന്നതേ കണ്ണുനീരല്ല. ഈ കണ്ണീന്ന് വരാൻ പോകുന്നത് രക്തക്കണ്ണീരാ. ഇതൊരു കൂടപ്പിറപ്പിന്റെ ശാപമായിട്ട് കൂട്ടിക്കും. നിന്റെ കയ്യിൽ പണമുണ്ടോ? എങ്കിൽ താ. ഞാൻ എന്റെ ബാധ്യത തീർത്ത് ആ കിളവനെയും കിളവിയെ പൊന്നുപോലെ നോക്കിക്കോളാം. ഇല്ലെങ്കിലേ കിടന്ന് ചിലക്കാതെ ഇറങ്ങി പൊടി. ഒന്നിക്ക് അച്ഛനും അമ്മയും ചേട്ടനും ബാധ്യതയാണെന്ന് പറഞ്ഞില്ലേ? ഒരു പഴയ കഥയുണ്ട്, ചേട്ടൻ കുട്ടിയായിരിക്കുമ്പോഴുള്ള കഥ. അച്ഛമ്മ പറഞ്ഞുള്ള അറിവാ. മഞ്ഞപ്പിത്തം പിടിച്ച് ആശുപത്രിയിൽ എത്തിച്ച പ്രകാശേട്ടനെ ഡോക്ടർമാര് പോലും കൈ ഒഴിഞ്ഞു എന്നുള്ള അവസ്ഥയായപ്പോ മരുന്നിനും ഇഞ്ചക്ഷനുകൾക്കൊക്കെ തീ പിടിച്ച് വിലയായിരുന്നു ആ സമയത്ത്. അമ്മയുടെ കഴുത്തിലെ കെട്ടുതാലി പണയം വെച്ച അമ്മയും അച്ഛനും പ്രകാശേട്ടന്റെ ജീവൻ രക്ഷിച്ചത്. അന്നേ അവര് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും പിരിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഈ പ്രകാശേട്ടൻ ഉണ്ടാവുമായിരുന്നില്ല. 10 മാസം വയറ്റിൽ ചുമന്ന അമ്മയേക്കാൾ വലുതല്ല പ്രകാശേട്ടൻ മറ്റൊന്നും. ജീവിതകാലം മുഴുവൻ നിങ്ങളെ നെഞ്ചിലേറ്റ് നടന്ന അച്ഛനേക്കാൾ വലുതല്ല ഈ ഭൂമിയിൽ ആരും. ആ അച്ഛനെയും അമ്മയാണ് നിങ്ങൾ പിരിക്കാൻ പോകുന്നത്. ഒന്നോർത്തോ, നിങ്ങളൊരു അച്ഛനാ. കർമ്മ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. സൂക്ഷിച്ചോ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിതാന്തമാം തെളിർവാനം പൂത്ത നിശീതിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിതാന്തമാം തെളിർവാനം പൂത്ത നിശീതിനിയിൽ. ദേവദാരു പൂത്തു
പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ആ, നീ ഇതെപ്പോ വന്നു? ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നല്ലോ. കാണില്ല. അത്ര സന്തോഷത്തിലായിരുന്നല്ലോ നിങ്ങള്. ജനിപ്പിച്ച തന്തയുടെയും തള്ളയുടെയും ചങ്ക് തകർത്തിട്ട് ഇവിടെ വന്നിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടേ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോന്ന് നോക്കി നിൽക്കായിരുന്നു ഞാൻ. സുചിത്രേ, ഇല്ല, നിങ്ങൾക്ക് മാനസിക രോഗം വരില്ല. മനസ്സുള്ളവർക്കല്ലേ മാനസിക രോഗം വരൂ. നിങ്ങൾക്കതില്ലല്ലോ. വയസ്സാം കാലത്ത് പരസ്പരം താങ്ങാവേണ്ട അച്ഛന്റെ അമ്മയുടെ മനസ്സുകള് പരസ്പരം വെട്ടിമുറിക്കുമ്പോഴാണോ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുന്നത്? മറ്റൊരാളുടെ കണ്ണു നിറച്ച് നേടിയെടുക്കുന്നതിനെല്ലാം അല്പൈസ ഉണ്ടാവും. അതിനിവിടെ എന്ത് സംഭവിച്ചു എന്നാ നീ പറയുന്നത്? ഒന്നും സംഭവിച്ചില്ലേ? ഒന്നും സംഭവിക്കാഞ്ഞിട്ടാണോ നിങ്ങളുടെ അച്ഛനും അമ്മ അവിടെ ജീവിച്ചവൻ പോലെ ഇരിക്കുന്നത്? അച്ഛനെയമ്മയെ നോക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. രണ്ടുപേരുടെയും ബാധ്യത ഇപ്പൊ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലെന്നാ ഞാൻ പറഞ്ഞത്. അവരെന്ത് ബാധ്യത നിങ്ങൾക്കുണ്ടാക്കിയത്? അച്ഛനും അമ്മയും ബാധ്യതയാണ് പോലും. നീ ഇനി എന്ത് പറഞ്ഞാലും ശരി, രണ്ടുപേരെയും കൂടി ചുമക്കാൻ എനിക്ക് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. ആ, ഒരേ വയറ്റിൽ ഒരേ സമയം രണ്ടുപേരെ ചുമന്ന് നിങ്ങളുടെ അമ്മയുണ്ടല്ലോ. ആ അമ്മ രണ്ടുപേരെ ചുമക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലേ നിങ്ങളെപ്പോലൊരു പിഴച്ച ജന്മം ഇന്ന് ഈ ഭൂമിയിൽ പിറന്നു വീഴില്ലായിരുന്നു. സ്വന്തം ലാഭത്തിന് വേണ്ടി അച്ഛനും അമ്മയും അറവുമാടിനെ പോലെ വിൽക്കുന്ന നിങ്ങളുടെ പാപത്തിന്റെ പങ്ക് പറ്റാൻ ഇനി ഞാനില്ല. സുചിത്രേ, ഇതെല്ലാം നിന്റെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ. ജന്മം തന്ന അച്ഛനെയും 10 മാസം ചുമന്ന അമ്മയും സ്നേഹിക്കാൻ പറ്റാത്ത ഒരുത്തനും ഭാര്യ മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റില്ല. ഇനി നിങ്ങളോടൊപ്പം ഈ മുറിയിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് പിറന്നതുകൊണ്ട് എനിക്കിപ്പോ എന്റെ ഗോകുലിനെ വരെ പേടിയാ. അമ്മയും അച്ഛനും പിരിയണം. മാധവേട്ടന് ഉറങ്ങിയില്ലേ? കണ്ണടച്ച ഉറങ്ങാൻ കഴിയില്ലല്ലോ. മനസ്സ് സ്വസ്ഥമായാലല്ലേ ഉറക്കം കിട്ടൂ. മാനത്തെ കൊട്ടാ